നമ്മളിപ്പോൾ 44ാമത്തെ ഭരണഘടനാ ഭേദഗതി അത് വരുമ്പോൾ ആരായിരുന്നു പ്രധാനമന്ത്രി? മൊറാർജി ദേശായി, നീലം സഞ്ജീവ് റെഡ്ഡി, റെഡ്ഡി എന്നാലോചിക്കുക. അപ്പോൾ ജനതാ ഗവൺമെൻറ് കാലത്താണ് 44ാം ഭരണഘടനാ ഭേദഗതി പാസ്സാക്കിയത്. എന്നാണ് ഇത് പാസ്സാക്കിയ വർഷം? 1978-ലാണ്. 79 ഏപ്രിൽ 30 അത് നിലവിൽ വന്നു. പിന്നെ ഇനി ഇതിൻ്റെ മെയിനായിട്ടുള്ള വ്യവസ്ഥകളാണ് പറയുന്നത്. നമ്മളെ സ്വത്തവകാശത്തിന് 44ാം ഭരണഘടന ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ നിന്ന് കൂട്ടിച്ചേർത്തത് എവിടേക്കാണ്? 12ാം ഭാഗത്തിൽ 4ാമത്തെ അധ്യായത്തിലാണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. ഇനി ഇതിൽ കൂട്ടിച്ചേർത്ത വകുപ്പ് ഏതാണ്? 300A ആണ്. പിന്നെ ഇത് പ്രകാരം ഭരണഘടനയിൽ ഭേദഗതി വരുത്തിയ പട്ടിക ഏതാണ്? 9ാമത്തെ പട്ടികയാണ്. ഓക്കെ. ഇനി 352 ഇനി അടുത്ത ഒരു എഡിഷൻ വരുന്നത് ആഭ്യന്തര അസ്വസ്ഥത എന്ന് പറയുന്നത് സായുധ വിപ്ലവം ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ 352 ക്യാബിനറ്റ് എന്ന് പറഞ്ഞ പദം ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 20-21 നമ്മളറിയാലോ, ദേശീയ അടിയന്തരാവസ്ഥ കാലത്ത് ഈ 20-21 ആർട്ടിക്കിൾ റദ്ദ് ചെയ്യാൻ പാടില്ല എന്നുള്ള വ്യവസ്ഥ 44ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് വന്നിട്ടുള്ളത്. ഇത് പ്രകാരം പ്രസിഡന്റിനെയും ഗവർണർമാരുടെയും അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലും ഓർഡിനൻസ് ജുഡീഷ്യൽ റിവ്യൂവിന് ഇതാക്കി. പിന്നെ ക്യാബിനറ്റിൻ്റെ തീരുമാനങ്ങൾ പ്രസിഡൻറ്റിന് പുനഃപരിശോധിക്കാനായി തിരികെ ക്യാബിനറ്റിലേക്ക് അയക്കാം. പക്ഷേ എങ്ങനെ അയച്ചാലും എന്നാലും പുനഃപരിശോധനയ്ക്ക് ശേഷം വീണ്ടും തിരിച്ചു വന്നു കഴിഞ്ഞാൽ എന്താണ് അത് ഉറപ്പായിട്ട് നമ്മൾ പ്രസിഡൻറ്റ് അംഗീകരിക്കേണ്ട ആവശ്യം ഉണ്ട്. ഇനി മന്ത്രിസഭയുടെ രേഖാമൂലമുള്ള ശുപാർശയിൽ മാത്രം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ രാഷ്ട്രപതി നിർബന്ധിതനാക്കിയ ഭേദഗതി ഏതാണ്? അതാണ് 44ാമത്തെ ഭരണഘടനാ ഭേദഗതി. മന്ത്രിസഭയുടെ രേഖാമൂലമുള്ള ശുപാർശയിൽ മാത്രമാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പറ്റുള്ളൂ. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ 75-ൽ നമ്മുടെ മന്ത്രിസഭയോട് ഒന്നും ആലോചിക്കാണ്ടാണ് ആഭ്യന്തര അടിയന്തരാവസ്ഥ നമ്മുടെ ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ചത്. പ്രസിഡൻ്റായ ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഇന്ദിരാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം മാത്രമാണ് അങ്ങനെ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അതുകൊണ്ടാണ് ഈ 78-ൽ 44ാമത്തെ ഭേദഗതിയിൽ ഒരു മാസത്തിനകം പാർലമെൻറ്റിൻ്റെ അംഗീകാരം ലഭിച്ചിരിക്കണം. ഇങ്ങനൊരു ഓർഡിനൻസ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ എന്ത് വേണം? പാർലമെൻറ്റിൻ്റെ അംഗീകാരം അതിന് ലഭിച്ചിരിക്കണം. ഇതിനു മുമ്പ് ഇത് 2 മാസമായിരുന്നു കേട്ടോ. ഓക്കെ. ഇനി ഇത് പ്രകാരം അനുച്ഛേദനം 358-ൽ എന്ത് മാറ്റം വന്നു? ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ അനുച്ഛേദനം 358 പ്രകാരം അനുച്ഛേദനം 19-ൽ പ്രതിപാദിക്കുന്ന 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ നഷ്ടപ്പെടും. ഓക്കെ. 358 പ്രകാരം 19-ൽ പ്രയോഗിക്കുന്ന 6 സ്വാതന്ത്ര്യങ്ങൾ നഷ്ടപ്പെടും. ഓക്കെ. ഇനി രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, നമ്മുടെ സ്പീക്കർ അവരുടെ ഇലക്ഷനുമായിട്ടുള്ള തർക്കങ്ങൾ തീർപ്പാക്കാനുള്ള സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ പുനഃസ്ഥാപിച്ചു. നമ്മൾ പറഞ്ഞു 42ാമത്തെ ഭേദഗതിയിൽ കുറേ അധികാരങ്ങൾ സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും ഒക്കെ വെട്ടിച്ചുരുക്കിയിട്ടുണ്ടായിരുന്നു ഇവർ. അപ്പോൾ അതൊക്കെ തിരിച്ച് ഇതാ വന്നത് നമ്മുടെ 44ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലാണ് കേട്ടോ. ഇനി പിന്നെ ഈ 19ാമത്തെ ആർട്ടിക്കിൾ പ്രകാരം നമുക്ക് ഉള്ള സ്വാതന്ത്ര്യങ്ങൾ ഈ അടിയന്തരാവസ്ഥ കാലത്ത് ഇല്ലാതാക്കപ്പെടുന്നു പറഞ്ഞല്ലോ. അപ്പോൾ ഇത് നഷ്ടപ്പെടുന്നത് യുദ്ധം, പുറത്തു നിന്നുള്ള കടന്നുകയറ്റം ഇത് മൂലം മാത്രമാണെന്ന് വന്നു കേട്ടോ. ഇത്രയാണ് 44ാം ഭരണഘടനാ ഭേദഗതി.